Hello friends, welcome to my YouTube channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൾട്ടിവെക്ടർ ആൻഡ് SIMD കമ്പ്യൂട്ടേഴ്സിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സിസ്റ്റം ആർക്കിടെക്ചറിലെ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് മൾട്ടിവെക്ടർ ആൻഡ് വെക്ടർ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ആർക്കിടെക്ചറൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഇതാണ്. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ അറിയാലോ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് എന്താണ് വെക്ടർ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് എന്താണ് വെക്ടർ നമുക്ക് നോക്കണം അല്ലേ. അപ്പോൾ എന്താണ്, അപ്പോൾ കുറച്ച് നമ്മൾ ബേസിക്കലി ടെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ KTUവിൻ്റെ സിലബസിലെ ടെക്സ്റ്റ് നോക്കുമ്പോൾ അതിൽ ആർക്കിടെക്ചറും പിന്നെ കുറച്ച് ഡിസ്ക്രിപ്ഷൻ മാത്രമേ ഉള്ളൂ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് എന്താണ് വെക്ടർ ഓപ്പറൻറ്റ് എന്നുള്ളത് നോക്കാം. ഓക്കെ, എന്താണ് ഒരു വെക്ടർ എന്ന് പറഞ്ഞാൽ? ഓക്കെ, എന്താണ് ഒരു വെക്ടർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി അറേസ്. ഓക്കെ, അറേസിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് വെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, എ വെക്ടർ ഓപ്പറൻറ്റ് കണ്ടെയ്ൻസ് ആൻ ഓർഡേർഡ് സെറ്റ് ഓഫ് n elements where n is called the length of the vector. ഓക്കെ, അപ്പോൾ ഓർഡേർഡ് സെറ്റ് ഓഫ് n എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മളൊരു അറേ എടുത്തു. ഓക്കെ, അപ്പോൾ അറേയിൽ എത്രയുണ്ട് എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും? n എലമെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ എന്ന് പറയുന്നതാണ് ആ വെക്ടറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താ പറയുന്നത്? ഈച്ച് എലമെൻറ്റ് ഇൻ എ വെക്ടർ ഈസ് എൻ സ്കാലാർ ക്വാണ്ടിറ്റി വിച്ച് മേ ബി ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പർ ആയിരിക്കാം, ഇൻറ്റീജർ ആയിരിക്കാം, ലോജിക്കൽ വാല്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കാം, ക്യാരക്ടർ ആയിരിക്കാം. ഓക്കെ, ഒരു വെക്ടർ ഓപ്പറൻ്റ് എന്നാൽ നമുക്ക് മനസ്സിലായല്ലോ എന്താണ് വെക്ടർ ഓപ്പറൻ്റ് എന്നുള്ളത് മനസ്സിലായി. ഒരു അറേ വിത്ത് n എലമെൻറ്റ്സ്, അതിൽ ഒരു n എന്നുള്ളതാണ് ആ ഒരു വെക്ടറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. അതിലുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത് സ്കാലർ ക്വാണ്ടിറ്റിയാണ്. ഫ്ലോട്ടിംഗ് പോയിൻ്റ് ആയിരിക്കാം, ഇൻറ്റീജർ ആയിരിക്കാം, ലോജിക്കൽ വാല്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ ക്യാരക്ടർ ആയിരിക്കാം. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ് വെക്ടർ പ്രൊസസ്സർ എന്ന് നോക്കണം. ഓക്കെ, എന്താണ് വെക്ടർ പ്രൊസസ്സർ? ഇറ്റ് ഈസ് എ പ്രൊസസ്സർ whose instruction operate on vector data. ഓക്കെ, അപ്പോൾ there are two families of vector processor ഉണ്ട്. ഒന്ന് മെമ്മറി ടു മെമ്മറി ആൻഡ് സെക്കൻഡ് വൺ രജിസ്റ്റർ ടു രജിസ്റ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് മെമ്മറി ടു മെമ്മറി ആർക്കിടെക്ചർ എന്താണെന്ന് നോക്കാം. എന്താണ്? സപ്പോർട്ട്സ് പൈപ്പ്ലൈൻ ഫ്ലോ ഓഫ് വെക്ടർ ഓപ്പറൻസ് ഡയറക്ട്ലി ഫ്രം മെമ്മറി ടു പൈപ്പ്ലൈൻ ആൻഡ് ദെൻ ബാക്ക് ടു ദി മെമ്മറി. ഒന്നുമില്ല, മെമ്മറി ടു മെമ്മറി ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് വെക്ടർ പ്രോസസ്സർ എന്ന് പറയുന്നത്. എന്താണ്? ഇൻസ്ട്രക്ഷൻസ് പ്രോസസ്സ് ചെയ്യാണ് എന്താണ് ഓൺ വെക്ടർ ഡാറ്റ. അപ്പോൾ മെമ്മറിയിൽ നിന്ന് അത് ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ എന്താണ് അതിന് വേണ്ട ഡാറ്റ എന്ന് പറയുന്നത് എവിടെയാണ് ഉണ്ടാവുക? മെമ്മറിയിലാണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ മെമ്മറി ടു മെമ്മറി എന്ന് പറയുമ്പോൾ മെമ്മറിയിൽ നിന്ന് ആ ഡാറ്റ എടുക്കുന്നു, പ്രോസസ്സ് ചെയ്യുന്നു, അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് മെമ്മറിയിലേക്ക് തന്നെ പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, അതാണ് മെമ്മറി ടു മെമ്മറി ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി അടുത്ത എന്താണ് നെക്സ്റ്റ് പറയുന്നത് രജിസ്റ്റർ ടു രജിസ്റ്റർ ആർക്കിടെക്ചറാണ്. അതായത് എന്ത് ചെയ്യുന്നു? അതായത് മെമ്മറി ആൻഡ് പൈപ്പ്ലൈൻ ഒരു ഇൻ്റർഫേസ് ആയിട്ട് രജിസ്റ്ററാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഡയറക്റ്റായിട്ട് മെമ്മറിയിൽ നിന്ന് അക്സസ് ചെയ്യാൻ പറ്റില്ല. ത്രൂ രജിസ്റ്റർ വഴിയാണ് എന്ത് ചെയ്യുന്നത്? ഡാറ്റ അക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ഇനി എ വെക്ടർ പ്രോസസ്സർ. ഈ നമ്മൾ നോക്കേണ്ടത് എന്താണ് വെക്ടർ സൂപ്പർ കമ്പ്യൂട്ടർ എന്നാണ്. നേരത്തെ പറഞ്ഞത് വെക്ടറിനെ കുറിച്ചൊരു ബേസിക് ആയിട്ടൊരു നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത്ര പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എ വെക്ടർ പ്രോസസ്സർ കൺസിസ്റ്റ് ഓഫ് എ സ്കേലാർ പ്രോസസ്സർ ആൻഡ് എ വെക്ടർ യൂണിറ്റ് വിച്ച് കുഡ് ബി തോട്ട് ഓഫ് ആസ് ആൻ ഇൻഡിപെൻഡൻറ്റ് ഫങ്ഷണൽ യൂണിറ്റ് കേപ്പബിൾ ഓഫ് എഫിഷ്യൻറ്റ് വെക്ടർ ഓപ്പറേഷൻ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ ഫിഗർ തന്നെ വെച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ആർക്കിടെക്ചർ ഓഫ് എ വെക്ടർ സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞു എന്തൊക്കെ അമൗണ്ട്സ് ആണ്? ഒരു വെക്ടർ പ്രൊസസ്സർ ഉണ്ട്, സ്കേലർ പ്രൊസസ്സർ ഉണ്ട്, ഓക്കെ, പിന്നെ മെമ്മറി ആൻഡ് ഹോസ്റ്റ് കമ്പ്യൂട്ടർ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ഇവിടെ വെക്ടർ സൂപ്പർ കമ്പ്യൂട്ടറാണ്. എന്താണ് സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ? അതായത് സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫാസ്റ്റായിട്ട് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റണം. ഓക്കെ, മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻ നമുക്ക് ഫാസ്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോൾ അതാണ് വെക്ടർ സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി നോക്കേണ്ടത് എന്താണ്? ഫസ്റ്റ് എന്താ ഒരു ഹോസ്റ്റ് കമ്പ്യൂട്ടർ ഉണ്ട്.
ഓക്കെ, അപ്പോൾ ഹോസ്റ്റ് കമ്പ്യൂട്ടറിൽ നിന്ന് മെമ്മറിയിലോട്ട് എന്ത് ചെയ്യും, പ്രോഗ്രാം ആൻഡ് ഡാറ്റ എന്ന് പറയുന്നത് ലോഡ് ചെയ്യും. ഓക്കെ, ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ, നമുക്കിനി ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ പ്രോസസ്സ് നടക്കുകയാണ്. അപ്പോൾ അറിയാം എന്താണ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ്റെ സ്റ്റെപ്പ് എന്തെന്നറിയാം. ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യുക, ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്യുക, പിന്നെന്താ എക്സിക്യൂട്ട് ചെയ്യുക, റിസൾട്ട് എന്ന് പറയുന്നത് സ്റ്റോർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇൻസ്ട്രക്ഷൻ എടുത്തു. അപ്പോൾ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് സ്കേലാർ കൺട്രോൾ യൂണിറ്റിലേക്കാണ് ഇൻസ്ട്രക്ഷൻ പോവുക. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യും, ഇൻസ്ട്രക്ഷനെ ഡീകോഡ് ചെയ്യും. ഇൻസ്ട്രക്ഷനെ ഡീകോഡ് ചെയ്തിട്ട് ആ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് സ്കേലാർ ഇൻസ്ട്രക്ഷൻ ആണോ അതോ വെക്റ്റർ ഇൻസ്ട്രക്ഷൻ ആണോ നോക്കും. അപ്പോൾ എന്താണ് സ്കേലാർ ഇൻസ്ട്രക്ഷനും വെക്റ്റർ ഇൻസ്ട്രക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നോക്കണ്ടേ. എന്താണ്, അതായത് സ്കേലാർ പ്രൊസസ്സർ. എന്താണ് സ്കേലാർ പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ, അതായത് ഒരു ഇൻസ്ട്രക്ഷൻ സെയിം ഡാറ്റ വെച്ചിട്ടാണ് പ്രോസസ്സ് ചെയ്യുക. ഓക്കെ, അതാണ് സ്കേലാർ ഇൻസ്ട്രക്ഷൻ. ഇനി വെക്റ്റർ പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ എന്താ, പ്രോസസ്സിങ് ഓൺ വെക്റ്റർ ഡാറ്റ. അതായത് സെയിം ഇൻസ്ട്രക്ഷൻ മൾട്ടിപ്പിൾ ഡാറ്റ വെച്ചിട്ട്, ഒന്നിലധികം ഡാറ്റ വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യാം, പ്രോസസ്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് വെക്റ്റർ ഇൻസ്ട്രക്ഷനും സ്കേലർ ഇൻസ്ട്രക്ഷനും. അപ്പോൾ വെക്റ്റർ ഇൻസ്ട്രക്ഷൻ എക്സാമ്പിൾ പറയുന്നത്, നമ്മളൊരു രണ്ട് അറേ നമുക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഓക്കെ, അറേ ആഡ് ചെയ്യണം, അതാണ് വെക്റ്റർ ഇൻസ്ട്രക്ഷൻ. അപ്പോൾ അവിടെ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എന്താ, ആഡ് ആണ് അല്ലേ, അഡീഷൻ എന്നുള്ളതാണ് ഒരു ഓപ്പറേഷൻ. പക്ഷേ സിംഗിൾ ഡാറ്റ വെച്ചിട്ടാണോ, അല്ല, നമുക്ക് രണ്ട് അറേ ആഡ് ചെയ്യണം. അപ്പോൾ മോർ ദാൻ ഡാറ്റ ഐറ്റംസ് വേണം. ഒരു സിംഗിൾ ഡാറ്റ ഐറ്റംസ് വെച്ചിട്ട് നമുക്കൊരിക്കലും ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഡീകോഡ് ചെയ്തിട്ട് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് വെക്റ്റർ ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ എങ്ങോട്ട് പോകും, വെക്റ്റർ പ്രോസസ്സറിലേക്ക് പോകും. അല്ല, സ്കേലാർ ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ സ്കേലാർ പ്രോസസ്സറിലേക്ക് പോകും. ഓക്കെ, പിന്നെ ഇവിടെ എന്താ ഉള്ളത്, ഫസ്റ്റ് നമുക്ക് സ്കേലാർ പ്രോസസ്സർ നോക്കാം. ഓക്കെ, അതിൽ വരുന്നൊരു കമ്പോണൻ്റാണ് എന്ത്, സ്കേലാർ ഫങ്ഷണൽ പൈപ്പ് ലൈൻസ്. എന്താണ് പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇൻസ്ട്രക്ഷൻ ഓവർലാപ്പിംഗ് അല്ലേ. അതായത് ഒരു ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്തു, ഇൻസ്ട്രക്ഷൻ ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്തു, ആ ടൈമിൽ വേറൊരു ഇൻസ്ട്രക്ഷൻ നമുക്ക് ഫെച്ച് ചെയ്യാം. അതാണ് ഇൻസ്ട്രക്ഷൻ ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പോൾ അതാണ് പൈപ്പ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ എന്താ, വെക്റ്റർ സൂപ്പർ കമ്പ്യൂട്ടറാണ്. ഇപ്പോൾ ഒരു സ്കേലാർ പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ സിംഗിൾ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുക വിത്ത് സിംഗിൾ ഡാറ്റ. ഓക്കെ, ഇവിടെ സ്കേലാർ പ്രോസസ്സർ എന്ന് പറയുന്നത് നമുക്ക് സൂപ്പർ കമ്പ്യൂട്ടറിലല്ലേ, അത് കാരണം കൊണ്ട് എന്താ സ്കേലാർ പ്രോസസ്സർ എന്ന് പറയുന്നത് ഇവിടെ എന്താ സൂപ്പർ സ്കേലാർ പ്രോസസ്സറാണ്. ഇവിടെ സ്കേലാർ പ്രോസസ്സർ എന്ന് പറയുന്നത് സൂപ്പർ സ്കേലാർ പ്രോസസ്സറാണ്. അപ്പോൾ സൂപ്പർ സ്കേലാർ പ്രോസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതായത് മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ് സെയിം ഡാറ്റ വെച്ചിട്ട് എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, അതാണ് അതിന് പ്രോസസ്സ് ചെയ്യാനാണ് എന്ത്, സ്കേലാർ ഫങ്ഷണൽ പൈപ്പ് ലൈൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻ നോക്കുമ്പോൾ ഡീകോഡ് ചെയ്തിട്ട് നമ്മൾ സ്കേലാർ ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ ആ ഇൻസ്ട്രക്ഷന് എവിടേക്ക് പോകും, സ്കേലാർ ഫങ്ഷണൽ പൈപ്പ് ലൈൻ അല്ലേ, സ്കേലാർ ഫങ്ഷൻ യൂണിറ്റിലേക്ക് പോകും. അപ്പോൾ അവിടെ പൈപ്പ് ലൈൻ ഓപ്പറേഷൻ നടന്നു. മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് സെയിം ഡാറ്റ വെച്ചിട്ട് എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ എക്സിക്യൂട്ട് ചെയ്തു. ഇപ്പോൾ റിസൾട്ട് എന്ന് പറയുന്നത് എവിടെ തന്നെ സ്റ്റോർ ചെയ്യും, മെമ്മറിയിൽ എന്ത് ചെയ്ത് വയ്ക്കും, സ്റ്റോർ ചെയ്ത് വയ്ക്കും. ഓക്കെ, ഇനി ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് വെക്റ്റർ ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ വെക്റ്റർ പ്രോസസ്സറിലേക്ക് പോകും. അപ്പോൾ വെക്റ്റർ പ്രോസസ്സറിൽ ഇവിടെ നോക്കേണ്ടത്, നേരത്തെ പറഞ്ഞു നമ്മൾ രണ്ട് മോഡലുണ്ടെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ്, മെമ്മറി ടു മെമ്മറി ഉണ്ട്, രജിസ്റ്റർ ടു രജിസ്റ്റർ ഉണ്ട്. അപ്പോൾ ഇവിടെ വെക്റ്റർ സൂപ്പർ കമ്പ്യൂട്ടറിൽ രജിസ്റ്റർ ടു രജിസ്റ്റർ മോഡലാണ് യൂസ് ചെയ്യുക. അതായത് ഡയറക്റ്റായിട്ട് മെമ്മറിയിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡാറ്റ അക്സസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ വെക്റ്റർ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് വെക്റ്റർ പ്രോസസ്സറിലേക്ക് വന്നു. ഇവിടെ എന്താണ്, ഒരു വെക്റ്റർ കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, പിന്നെ എന്താ ഉള്ളത്, വെക്റ്റർ ഫങ്ഷൻ യൂണിറ്റ് ഉണ്ട്. ഓക്കെ, പിന്നെ വെക്റ്റർ രജിസ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇൻസ്ട്രക്ഷൻ വന്നപ്പോൾ എന്ത് വന്നു, ആ ഇൻസ്ട്രക്ഷൻ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്ത് വേണം, വെക്റ്റർ ഡാറ്റ വേണം. ഓക്കെ, വെക്റ്റർ ഡാറ്റ എന്ന് പറയുന്നത് എന്ത് ചെയ്യണം, മെമ്മറിയിൽ നിന്ന് വെക്റ്റർ ഡാറ്റ വെക്റ്റർ രജിസ്റ്റേഴ്സ് വഴി എടുക്കും. ഓക്കെ, എടുത്ത് ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്യുന്നു,
ഇവിടെ പൈപ്പ് ലൈൻ ആണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, ഓരോന്നിനെയും സെഗ്മെൻറ്റ് ചെയ്യും അല്ലേ. അതായത് ഓരോ ഫങ്ഷൻ യൂണിറ്റ് എന്ന് പറയുന്നത് ഇവിടെ എന്താ, പാരലലായിട്ടാണ് എക്സിക്യൂഷൻ നടക്കുന്നത്. ഓക്കെ, ഒരു സിംഗിൾ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യുന്നത് എന്താ, മൾട്ടിപ്പിൾ ഡാറ്റ വെച്ചിട്ടാണ് പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ഓരോന്നിനെയും എന്ത് ചെയ്തു, സെഗ്മെൻറ്റ് ചെയ്തു. ഓരോ വെക്റ്റർ ഫങ്ഷൻ യൂണിറ്റ് ആണ്. ഓരോന്ന് പറയുന്നത് എന്തായിരിക്കും, ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഓക്കെ, ഓരോന്ന് പറയുന്നതും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അതായത് ഓരോ ക്ലോക്ക് പീരീഡിൽ നമുക്ക് റിസൾട്ട് എന്ന് പറയുന്നത് കിട്ടും. ആ റിസൾട്ട് എന്ന് പറയുന്നത് എവിടെ സ്റ്റോർ ചെയ്യും, ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് വെക്റ്റർ കൺട്രോൾ യൂണിറ്റ് ആണ്. ആ റിസൾട്ട് എന്ന് പറയുന്നത് വെക്റ്റർ രജിസ്റ്റേഴ്സ് വഴി എവിടേക്ക് തന്നെ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കും. ഓക്കെ, ഇതാണ് അതിൻ്റെ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ. നമുക്ക് കുറച്ച് തിയറി നോക്കാമല്ലോ. ഇപ്പം എന്താ പറയുന്നത്, ഫസ്റ്റ് വെക്റ്റർ ഹാർഡ്വെയർ പറയുന്നുണ്ട്. ഒരു വെക്റ്റർ ഹാർഡ്വെയർ ഹാസ് ദി സ്പെഷ്യൽ എബിലിറ്റി ടു ഓവർലാപ്പ് ഓർ പൈപ്പ് ലൈൻ ഓപ്പറൻറ്റ് പ്രോസസ്സിംഗ്. പറഞ്ഞു അല്ലേ, ഓവർലാപ്പിംഗ് ആണ്, ഓവർലാപ്പിംഗുള്ള എബിലിറ്റി ഉണ്ട്. പിന്നെ എന്താ പറയുന്നത്, വെക്റ്റർ ഫങ്ഷൻ യൂണിറ്റ് ആർ പൈപ്പ് ലൈൻഡ് ആണ്, അതായത് ഫുള്ളി സെഗ്മെൻറ്റഡ് ആണ്. വൺ പൈപ്പ് ലൈൻ ഈസ് ഫുൾ ആൻഡ് ന്യൂ റിസൾട്ട് ഈസ് പ്രൊഡ്യൂസ് ഈച്ച് ക്ലോക്ക് പീരീഡ്. അത് പറഞ്ഞു, നമ്മൾ സെഗ്മെൻ്റ് ആക്കിയിരിക്കുകയാണ് ഫങ്ഷൻ യൂണിറ്റ്, ഫുള്ളി സെഗ്മെൻറ്റഡ് ആണ്. അപ്പോൾ ഓരോ സെഗ്മെൻറ്റിലും എന്താ സംഭവിക്കുന്നത്, ഓരോന്നിലും സെയിം ഇൻസ്ട്രക്ഷൻ മൾട്ടിപ്പിൾ ഡാറ്റ വെച്ചിട്ട് മീൻസ് ഓപ്പറൻറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഓപ്പറൻറ്റ് എന്ന് പറയുന്നത് എവിടെ നിന്ന് എടുക്കുന്നു, രജിസ്റ്റേഴ്സിൽ നിന്ന് വഴി ഓപ്പറൻറ്റ് എടുക്കുന്നു, വെക്റ്റർ ഡാറ്റ എടുക്കുന്നു, പ്രോസസ്സ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഓരോ ക്ലോക്ക് പീരീഡിലും എന്ത് ചെയ്തു, റിസൾട്ട് കിട്ടി. ഫസ്റ്റ് എന്താ, പ്രോഗ്രാം ആൻഡ് ഡാറ്റ ആർ ഫസ്റ്റ് ലോഡഡ് ഇൻ ടു മെയിൻ മെമ്മറി ത്രൂ എ ഹോസ്റ്റ് കമ്പ്യൂട്ടർ. All instructions are first decoded by the scalar control unit. If the decode instruction is a scalar operation or a program control operation, it will be directly executed by the scalar processor using the scalar functional pipeline. Okay, മനസ്സിലായല്ലോ. നെക്സ്റ്റ് എന്താ പറയുന്നത്, if the instruction is decoded as a vector operation ആണെങ്കിൽ എന്ത് ചെയ്യുന്നു പറഞ്ഞു, it will be sent to the vector control unitലേക്ക് പോകും. Then this vector control unit will supervise the flow of vector data between main memory and vector functional pipeline. Then the vector data flow is coordinated by the control unit. Okay, അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ അതായത് എന്താണ്, computers that can solve mathematical problems which include arithmetic operations on the large array of integers or floating point numbers quickly. And the general computers use loops for the large array cause overhead to the processor. അതായത് എന്തിനാണ് നമ്മൾ വെക്റ്റർ സൂപ്പർ കമ്പ്യൂട്ടർ യൂസ് ചെയ്യണമെന്നുള്ളതാണ്. ഓക്കെ, ഒരു ലാർജ് അറേ നമുക്ക് എന്ത് ചെയ്യണം, അരിത്മെറ്റിക് ഓപ്പറേഷൻ പെർഫോം ചെയ്യണമെങ്കിൽ നമ്മൾ നോർമൽ ജനറൽ കമ്പ്യൂട്ടേഴ്സ് ആണെങ്കിൽ എന്താ ചെയ്യുക, ലൂപ്പ് വെച്ചിട്ടാണ് പ്രോസസ്സ് ചെയ്യുക അല്ലേ. പക്ഷെ അങ്ങനെയുള്ള വരുമ്പോൾ ലാർജ് അറേസ് അങ്ങനെ ചെയ്യുമ്പോൾ എന്തുണ്ടാവും, ഓവർ ഹെഡ് ടു ദി പ്രോസസർ ആണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ വെക്റ്റർ പ്രോസസ്സിംഗ് ഓപ്പറൻസ് ഓൺ ദി എൻറ്റയർ അറേ ഈസ് വൺ ഓപ്പറേഷൻ ദാറ്റ് ഈസ് ഓപ്പറേറ്റ് ഓൺ എലമെൻറ്റ്സ് ഓഫ് ദി അറേ ഇൻ പാരലൽ. അതായത് പാരലായിട്ടാണ് ഇവിടെ എക്സിക്യൂഷൻ നടക്കുന്നത്. ഓരോന്നും എന്താന്ന് പറഞ്ഞു, ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞു അല്ലേ. അതായത് ഓപ്പറേറ്റിംഗ് ഓൺ മൾട്ടിപ്പിൾ ഡാറ്റ ഇൻ ജസ്റ്റ് വൺ ഇൻസ്ട്രക്ഷൻ കോൾ സിംഗിൾ ഇൻസ്ട്രക്ഷൻ മൾട്ടിപ്പിൾ ഡാറ്റ. ഓക്കെ, അപ്പോൾ വെക്റ്റർ പ്രോസസറിൽ എന്ത് സംഭവിക്കുന്നത്, സിംഗിൾ ഇൻസ്ട്രക്ഷൻ മൾട്ടിപ്പിൾ ഡാറ്റ. നമ്മൾ പഠിച്ചുള്ളതാണ് ഫ്ലിൻസ് ക്ലാസിഫിക്കേഷനിൽ SIMD നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ കണ്ടു നോക്കുക, ഞാനിവിടെ കാർഡിൽ ആഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി എന്താ, the data termed as an vector operand and instruction vector instruction. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു മൾട്ടിപ്പിൾ ഡാറ്റ വെച്ചിട്ടാണ് ഒരു സിംഗിൾ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞത് അല്ലേ. അപ്പോൾ ആ ഡാറ്റേനെയാണ് എന്ത് പറയുന്നത്, വെക്റ്റർ ഓപ്പറൻഡ് എന്ന് പറയുന്നത്. അതുപോലെ ഇൻസ്ട്രക്ഷനെയാണ് വെക്റ്റർ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ പറഞ്ഞെന്താ, അതിലുള്ള ലെങ്ത് ഓഫ് വെക്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താ, ഇപ്പോൾ നമുക്ക് അറേ അഡീഷൻ ചെയ്യാണ്, ഒരു ജനറൽ പ്രോസസ്സിങ്ങും അതുപോലെ തന്നെ സെയിം നമ്മളൊരു വെക്റ്റർ പ്രോസസ്സിങ് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ജനറൽ പ്രോസസ്സിങ് ആണെങ്കിൽ നോക്കൂ, ലൂപ്പ് 10 iteration. ഓക്കെ, റീഡ് ith ഇൻസ്ട്രക്ഷൻ ആൻഡ് decode, fetch the A of
I element, fetch എന്താ the array b of I element, then add array of I plus okay പിന്നെന്താ b of I, then store the result in c of I, increment I till I equal to 10. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ലൂപ്പ് എന്ന് പറയുന്നത് എത്ര? 10 പ്രാവശ്യം എന്ത് ചെയ്യണം? ലൂപ്പ് വരും അല്ലേ? അതായത് നമ്മുടെ ഓപ്പറേഷൻ എന്താ? ആഡ് ചെയ്യലാണ് അല്ലേ? അറേസ് നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ ഓരോ പ്രാവശ്യം ആഡ് ചെയ്യുമ്പോഴും എന്ത് ചെയ്തു? ഇൻക്രിമെൻറ്റ് ചെയ്യണം. ഈ ലൂപ്പ് എന്ന് പറയുന്നത് എത്ര പ്രാവശ്യമാണ്? 10 പ്രാവശ്യം ഇങ്ങനെ ലൂപ്പ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇനി വെക്റ്റർ പ്രോസസ്സിങ്ങിലാണെങ്കിലോ റീഡ് ദി ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡീകോഡ്. ഇൻസ്ട്രക്ഷൻ റീഡ് ചെയ്തു, ഡീകോഡ് ചെയ്തു. ഫെച്ച് ദി ഓൾ 10 എലമെൻറ്റ്സ് ഓഫ് എ ഓഫ് ഐ. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഓരോന്നായിട്ടായിരുന്നു അല്ലേ? ഇവിടെയോ ഫസ്റ്റ് എന്താ? ഒരു അറേ എയിലെ ഫുൾ എലമെൻറ്റ്സ് എടുത്തു. ഫെച്ച് ദി ഓൾ 10 എലമെൻറ്റ്സ് ഓഫ് ബി ഓഫ് ഐ, then add a of I plus b of I and then store result in c of I. ഓക്കെ, അപ്പോൾ ജനറൽ പ്രോസസ്സിങ്ങിലാന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു? അതായത് അറ്റ് എ ടൈം സിംഗിൾ ഡാറ്റ അല്ലേ, ഒരു വാല്യൂ വെച്ചിട്ടാണ് കാൽക്കുലേഷൻ ചെയ്തിരുന്നത്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാലോ 10 എലമെൻറ്റ്സ്, അതായത് 10 പ്രാവശ്യം ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? അവിടെ 10 എലമെൻറ്റ്സ് ഉണ്ട്. ഓരോ എലമെൻറ്റ്സിനെ എടുത്തിട്ട് എന്ത് ചെയ്യണം? അഡീഷൻ പെർഫോം ചെയ്യണം. വെക്റ്റർ പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ പാരലായിട്ട് സിംഗിൾ ഇൻസ്ട്രക്ഷൻ വിത്ത് മൾട്ടിപ്പിൾ ഡാറ്റ പാരലായിട്ടാണ് എക്സിക്യൂഷൻ നടന്നത്. കുറച്ചുകൂടെ ഫാസ്റ്റായി. ഓക്കെ, ഓക്കെ ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, പക്ഷെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ടു പൈപ്പ് ലൈൻ വെക്റ്റർ സൂപ്പർ കമ്പ്യൂട്ടർ മോഡൽ എന്തൊക്കെയാണ്? രജിസ്റ്റർ ടു രജിസ്റ്റർ പറഞ്ഞത് തന്നെയാണ്. Vector registers are used to hold the vector operands, intermediate and fine vector result. ഓക്കെ, അതായത് വെക്റ്റർ ഓപ്പറൻസ് അതുപോലെ തന്നെ ഇൻ്റർമീഡിയറ്റ് ആൻഡ് ഫൈനൽ വെക്റ്റർ റിസൾട്ട് സ്റ്റോർ ചെയ്യാനാണ് വെക്റ്റർ രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താ? ഓരോ വെക്റ്റർ രജിസ്റ്റർ എന്ന് പറയുന്നത് പ്രോഗ്രാമബിൾ ഇൻ യൂസർ ഇൻസ്ട്രക്ഷൻ. ഓക്കെ, ദെൻ ഓരോ വെക്റ്റർ രജിസ്റ്റേഴ്സിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫിക്സ്ഡ് ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയാണ്, ക്രേ സീരീസ് സൂപ്പർ കമ്പ്യൂട്ടറിൽ നമ്മുടെ രജിസ്റ്റർ കമ്പോണൻറ്റിലെ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? 64 ബിറ്റ് ആയിരിക്കും, ഫിക്സ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഫിക്സഡ് നമ്പർ ഓഫ് വെക്റ്റർ രജിസ്റ്റേഴ്സ് ആൻഡ് ഫങ്ഷണൽ പൈപ്പ് ലൈൻ ടു അവോയ്ഡ് റീസോഴ്സ് കോൺഫ്ലിക്ട്സ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് വെക്റ്റർ ഓപ്പറേഷൻസ്. ഓക്കെ, അതായത് വെക്റ്റർ രജിസ്റ്റേഴ്സ് അതുപോലെ തന്നെ എന്താണ്? വെക്റ്റർ ഫങ്ഷണൽ കമ്പോണൻസ് ഉണ്ടല്ലോ, ഫങ്ഷണൽ പൈപ്പ് ലൈൻസ്, കമ്പോണൻസ്, യൂണിറ്റ്സ്, അതിൻ്റെ നമ്പർ എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആയിരിക്കും. അപ്പോൾ എന്ത് വരില്ല? റീസോഴ്സ് കോൺഫ്ലിക്ട്സ് ഉണ്ടാവില്ല. അപ്പോൾ അതിനുള്ള എക്സാമ്പിളാണ് പറയുന്നത്. എന്തൊക്കെയാണ്? കോൺവെക്സ് C300 ഫാമിലി, അതുപോലെ ഡിജിറ്റൽ VX 9000 സിസ്റ്റം, ദെൻ ക്രേസ് റിസർച്ച് YMP ആൻഡ് C90. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താ? മെമ്മറി ടു മെമ്മറിയാണ്. ദെൻ വെക്റ്റർ ഓപ്പറൻസ് ആൻഡ് റിസൾട്ട് ആർ ഡയറക്ട്ലി റിട്രീവ്ഡ് ഫ്രം ആൻഡ് സ്റ്റോർ ഇൻ ടു ദി മെയിൻ മെമ്മറി ഇൻ സൂപ്പർ വേർഡ്സ് സേ 512 ബിറ്റ്സ് ആസ് ഇൻ സൈബർ 205. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് എന്താണ്? മെമ്മറിയിൽ നിന്നാണ് ഓപ്പറൻസ് എന്ന് പറയുന്നത് ഫെച്ച് ചെയ്യുന്നതും അതുപോലെ റിസൾട്ട് എന്ന് പറയുന്നത് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നതും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. വെക്റ്റർ സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് എളുപ്പമാണ്. പിന്നെ നേരത്തെ പറഞ്ഞു ടെക്സ്റ്റിൽ അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ നമ്മൾ പറയുമ്പോൾ കുറച്ചുകൂടെ എക്സാമിന് എന്തായാലും കുറച്ചുകൂടെ തിയറി നമ്മൾ എഴുതണം. പിന്നെ അത് മാത്രമല്ല ബേസ് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം അതുകൊണ്ടാണ് തിയറി കുറച്ച് പറഞ്ഞുള്ളത്. അറിയാൻ ചിലപ്പോൾ ചില കാര്യങ്ങൾ റിപ്പീറ്റായിട്ട് വീണ്ടും വീണ്ടും പറയുന്നുണ്ടായിരിക്കും. കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറയണത്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ഇനിയുള്ളത് SIMD ആണ്. അതെന്തായാലും ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ എന്തായാലും ഡിസ്കസ് ചെയ്യേണ്ട, നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ അറിയാലോ, ലൈക്ക് ചെയ്യുക, അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.